ഹലോ എവരി വൺ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്. LBS 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് LBScenter.in എന്ന് പറയുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് മെയ് 14 മുതൽ ജൂൺ 4 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ആണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ +2 കേരള സ്റ്റേറ്റിന്റെ +2 റിസൾട്ടിന് ശേഷമാണ് ആപ്ലിക്കേഷൻ വിളിക്കാറുള്ളത്. പക്ഷേ ഈ വർഷം നേരത്തെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. നമുക്കറിയാം IAS സിലബസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ CBSEന്റെ ആണെങ്കിൽ ഏകദേശം ഈ വീക്കിൽ മേ ബി ഇന്ന് തന്നെ മെയ് 13 or 14 റിസൾട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എക്സാം എഴുതി റിപ്പീറ്റ് ചെയ്ത കുട്ടികളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നേരിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് +2 റിസൾട്ട് എന്താണെങ്കിലും മെയ് 21 വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു സമയത്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഈ വർഷം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ നഴ്സിംഗ്, പാരാമെഡിക്കൽ അല്ലെങ്കിൽ MBBS മെഡിക്കൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നഴ്സിംഗിന് വേണ്ടി മാത്രം, നഴ്സിംഗ്, പാരാമെഡിക്കൽ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ അപ്ഡേഷൻസ് മാത്രമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള പാരാമെഡിക്കൽ പ്രോഗ്രാംസ്, ബേസ് നഴ്സിംഗ് കൂടാതെ ഡിഫറൻ്റ് ആയിട്ടുള്ള പാരാമെഡിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ LBS സെൻറ്റർ വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഗവൺമെന്റ് കോളേജുകളിലെ 100% സീറ്റിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 50% സീറ്റുകളിലേക്കുമാണ് LBS വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ഇതിനു വേണ്ടി വേണ്ടതെന്ന് നോക്കാം. കാരണം ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് കയ്യിൽ കരുതണമെന്ന് നോക്കാം. SC/ST കാറ്റഗറിയിലെ കുട്ടികളാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. OBC കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് വേണ്ടതുണ്ട്. EWS കാറ്റഗറി ഉണ്ടല്ലേ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. സോ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ ആൾക്കാർക്ക് ഗവൺമെന്റ് കോളേജുകളിലേക്ക് മാത്രമേ സീറ്റ് ലഭ്യതയുള്ളൂ. സോ അവർക്ക് EWS സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചെടുക്കുക. കാരണം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആപ്ലിക്കേഷനായിട്ട് ഈ വർഷം ഉള്ളൂ. ദെൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ഓക്കെ, ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ചില കോളേജുകളിലെ നമുക്ക് മൈനോറിറ്റി കോട്ടയുണ്ട്, MQ എന്ന് പറയും. സോ ആ കോട്ട സീറ്റുകളിലേക്ക് ചില അധികം ആൾക്കാർക്കും അറിയില്ല. സോ ആ കോട്ടയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് തന്നെ വേണം, അല്ലാതെ വേറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും പോരാ. ദെൻ നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നേറ്റിവിറ്റി വേറെ തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല. അതില്ല എങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേറെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ ദെൻ നമുക്ക് ചെയ്യാനുള്ളത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അതുപോലെ തന്നെ OBH പോലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നമുക്ക് ഫീസ് ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് വെക്കേണ്ടതുണ്ട്. ഫോട്ടോഗ്രാഫിന്റെ സോഫ്റ്റ് കോപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫ് ഇല്ല എങ്കിൽ അത് എടുത്ത് വെക്കുക. സോ നമുക്ക് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമുക്ക് LBSന്റെ നഴ്സിംഗ് പാരാമെഡിക്കൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.